നമസ്കാരം ഗൈസ്, മിസ്സാജയാണ്. അപ്പൊ നമ്മള് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാൻ വേണ്ടി ഇരിക്കുന്നത്. ചേച്ചിയുടെ ചേച്ചിനെ കാണാനില്ല. കണ്ടു ഓട്ടോ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. നമ്മള് ഓട്ടോ ഇറങ്ങി ഓട്ടോ ഇറങ്ങുന്നു. അങ്ങോട്ട് ഇറങ്ങണ കിട്ടുന്നു. വീട്ടിൽ പോകണം. ചേച്ചിയുടെ വീട്ടിലേക്ക് പതുക്കെ കയറിയിട്ട് അവിടെ നിന്ന് നമ്മുടെ ബാഗ് എടുത്തിട്ട് ടോർച്ച് എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഗൈസ് നമ്മൾ നടന്ന് ചേച്ചിയുടെ വീട്ടിലെത്തി ബാഗ് ടോർച്ചൊക്കെ എടുത്തു. ഇനി പതുക്കെ ഇവിടെ നിന്ന് മലയേറി പോകണം. ഇതിൽ കൂടെ നേരിട്ട് പോയിട്ട് മുമ്പിൽ കൂടെ കാട്ടുവഴി കൂടെ മലയേറി പോകണം. പതുക്കെ മലയേറി വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ പതുക്കെ മന്ദം വന്ന് നടന്ന് പോകണം. ഇനി അങ്ങോട്ട് വെട്ടുണ്ടാവില്ല. ഇനി അങ്ങോട്ട് ടോർച്ച് അടിച്ച് തന്നെ പോകണം. വേറെ വഴിയില്ല. പതുക്കെ വീട്ടിൽ കയറാല്ലേ നിശു. വീട്ടിൽ പോയിട്ടാണ് നമുക്ക് വീട്ടിൽ ലൈറ്റിട്ടില്ല മതി കരീച്ചയുടെ ശല്യം കാരണം. ഈ വീടുകളിൽ കൂടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീടുകളൊന്നുമില്ല. താമസം ഉണ്ടാവില്ല. ടോർച്ച് അടിച്ച് നമ്മൾ ഇടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുറെ വന്യമൃഗങ്ങളുണ്ടാവും. നമ്മൾ വീടത്താറി നമ്മൾ ലൈറ്റിട്ടില്ല. ലൈറ്റിട്ടെ. അയ്യോ, നമ്മളെ മാവിന്റെ കൊണ്ടയാണ് കേസ് ഒടിഞ്ഞു കിടക്കണത്. എന്തൊരവസ്ഥ കാണിച്ചൊക്കെ. കറക്റ്റ് മാങ്ങയുള്ള കൊണ്ടതിന് ഒടിഞ്ഞു വീണ്. പക്ഷേ മാത്രമല്ല കൊണ്ടൊടിഞ്ഞു വീണ് അഴയൊക്കെ പൊട്ടി. എല്ലാം പണിയാണല്ലോ ദൈവമേ. എന്ത് പറ്റിയാവോ അത് ഒടിഞ്ഞു വീണാൻ കാരണം? പണിയാണല്ലോ നിശോ. കാറ്റിന് മാത്രം അടിച്ചില്ലല്ല. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഈ മാവ് ഇങ്ങനെ ഒടിഞ്ഞു വീണത്. വല്ലാത്തൊരു ചതിയായി പോയി. എല്ലാം പോയി. അതും തീർന്നു പണിമാളി. അപ്പൊ ഗൈസ് നാളെ രാത്രി ഞായറാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ യൂട്യൂബ് ലൈവ് എല്ലാവരും ലൈവ് വരാൻ ശ്രമിക്കാം. ലിങ്ക് രണ്ടാളും ഇൻസ്റ്റയുടെ സ്റ്റോറിയും നാളെ രാവിലെ തന്നെ ഇട്ടേക്കാം. ഞായറാഴ്ച രാവിലെ തന്നെ ഉണ്ടാവും. എല്ലാവരും പറഞ്ഞു കൊള്ളാൻ പറഞ്ഞു. എല്ലാവരും താങ്ക് യു സോ മച്ച് ഗൈസ്. എനിക്കൊന്ന് പച്ചക്കുഴിയിൽ എല്ലാവരും ആദ്യമായിട്ടാണ് ഞാൻ സാരി എടുത്ത് കാണുന്നത്. സോ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയാം. അപ്പൊ നാളെ രാത്രി 8 മണിക്ക് യൂട്യൂബ് ലൈവിനൊക്കെ എല്ലാവരും ലൈവിലും മറക്കാതെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. രണ്ടുപേരും വേർത്ത് കുളിക്കാൻ വീട്ടിലെത്തിരി പെട്ടെന്ന് നാട്ടിൽ പോട്ടെ. ഡ്രസ്സൊക്കെ അയച്ച് കുറച്ച് കാറ്റുണ്ട് കേസ്. ഭയങ്കര പിന്നെ മാവ് പോയതിന്റെ വിഷമം കൂടി ഉണ്ട്. നമ്മുടെ മാവിന്റെ അത്രയും ഭാഗം പോയി ഇല്ലേ നിശു? ഒരു വലിയ കൊണ്ടൊടിഞ്ഞു ആഴ പൊട്ടിപ്പോയി. ഇന്നും കൂടി ഒരു മാമ്പഴം പറഞ്ഞോളൂ പഴുത്തത്. അതോടെ തീർന്ന് എന്ത് പറ്റി ദൈവമേ. പണിയാണല്ലോ നിശു കിട്ടണത്. എന്തായാലും കുഴപ്പമില്ല. പോട്ടെ. നമ്മൾ നല്ലൊരു മാവ് പോയി.